तो कैसे हैं लोग അപ്പോ തുടങ്ങാം. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ചു അത് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. സദാചാരം ആരാ പെണ്ണ് എനിക്കത് കാണിച്ചത് അത് ആരാ? ഇല്ല സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശം. അയ്യോടോ ഈ അടയ്ക്കാ കുരുവിക്കാണോ പ്രശ്നം? മോള് പറ എന്താ പറ വീടിന്റെ വഴിയാ എന്നിട്ട് ഇത് കുറ്റിക്കാടാണല്ലേ പെണ്ണെ കാണുന്നത്? നീ മരത്തിലാ താമസിക്കുന്ന? പേഴ്സണൽ കാര്യമാണെങ്കിൽ വീട്ടിനകത്ത് വിളിച്ചിട്ട് വല്ല ചായ കൊടുത്തിട്ട് സംസാരിച്ചാൽ പോരെ? എന്തിന് ഇത്രയും നാട്ടുകാരെ വിളിച്ചിട്ട് ഇവരെ നാണം കെടുത്തുന്ന? എന്നിട്ട് നീ തന്നെ പറയുന്നത് പേഴ്സണൽ ആയിട്ട് പറയാനുള്ള കാര്യമാണ്. എന്തിനാണ് ഇതുപോലെ നാണം കെടുത്തുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുന്നത്? എന്നിട്ട് നീ തന്നെ ആൾക്കാരെ വിളിച്ച് കൂട്ടി അവരെ നാണം കെടുത്തുന്നത്? അയ്യോ അപ്പ ഫസ്റ്റ് ടൈം കേക്കറേ. നിങ്ങളുടെ നാട്ടിൽ പേഴ്സണൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നല്ല സൂപ്പർ അടിപൊളി പോളെ ഇജാതി. എന്തുവാ മക്കളെ ഇപ്പൊ കാണിച്ചേ? അവളുടെ കണ്ണിലെ ആ തീ, അവളുടെ മനസ്സിലെ ആ കരുത്ത്, അവളുടെ ശക്തി, ഉറപ്പാണ് ഇവളുടെ ദേഹത്ത് എന്തോ ഒരു ശക്തി കയറിയിട്ടുണ്ട്. പേടിയാവുന്നു. ശരി ഒന്നുകൂടി പറഞ്ഞേ. ശരി എന്റെ ബ്രെയിൻ സെൽസ് എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത്. ഈ കൊച്ചിന് എന്തോ പറയുന്നത്? തന്നെ മാത്രമേ കണ്ടുള്ളൂ, ആ ചേച്ചീനെ കണ്ടില്ലെന്ന്. നല്ല കാര്യമല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് ആ ചേട്ടൻ കാറിനകത്ത് ഇരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാട്ടി ഒരു 10 വരെ കാറിനകത്ത് വിളിച്ചിട്ട് കബഡി കളിക്കണോ? കബഡി 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 കബഡി. ശരി ഞാൻ കണ്ടുപോരെ എന്തോന്ന് സാറ്റ് കളിക്കുന്ന കൊച്ചി നീ അവിടെ. എന്നിട്ട് അവരെ മോനെന്ന് കൊച്ചെ അവർക്കൊരു മോനുണ്ട്, എന്നിട്ടാണ് നീ അവരെ മോനെന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? എന്നാ മക്കള് ക്ലോസ് ആയിട്ട് പറ. എന്റെ അടുത്ത് പറ, എന്റെ അടുത്ത് പറ. അത് നിന്റെതല്ല, അത് അനുമോളുടേത്. നിന്റെതല്ല, അത് അനുമോളുടേത്. അതെ അതെ. ബിഗ് ബോസ് തലേ കയറി ഇരിക്കണം തോന്നുന്നു കൊച്ചിന്റെ. കഷ്ടം. ഇതാരുടെ ഇതിന്റെ ഇടയിൽ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ കൊണ്ടുവന്ന? സോറി കൊച്ചിന്റെ അമ്മയായിരുന്നു. അമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ മോക്ക്. ഇത് എന്തൊക്കെയായിരുന്നു പറയുന്ന കൊച്ച്? എന്തിനാ? ഓഹോ അങ്ങനത്തെ മാറിപ്പോയി കാണിക്കാൻ. ഓ ഇജാതി സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്. വാവ്, ഇതാണ് മമ്മി. അടിപൊളി. പോ ബിഗ് ബോസിൽ പോ, നല്ലതായിരിക്കും. വൈഫ് മെറ്റീരിയൽ. ഇതിപ്പോ ആ ചേട്ടൻ ആ ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇല്ലായിരുന്നെങ്കിൽ ആ പെൺകുച്ചിപ്പോ ഇത്രയും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് ചീത്ത പേരും അവരുടെ കുടുംബത്തിലൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ആയേനെ.